ഒരു പ്രൂഫ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ബോട്ടണിയാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഒരു ദിവസം പഠിക്കാനിരുന്ന സമയത്ത് പഠിച്ചിട്ട് ഞാൻ അടുത്തയിലോട്ട് പോയപ്പോൾ എനിക്ക് മറന്നു. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 2 ദിവസം ഈ ഒരു ടിപ്പും കാര്യങ്ങളും ഫോളോ ചെയ്തിട്ട് പഠിച്ച സമയത്ത് എനിക്ക് പിന്നീട് എനിക്കത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ എന്താണ് പഠിച്ചത്, ഏത് ടോപ്പിക്കാണ് പഠിച്ചത്, ഏത് ഹെഡിങ് ആണ്, എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് പേഴ്സണലി എനിക്ക് വർക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കും വർക്കാവും. സോ എനിക്കിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരുപാട് കുട്ടികളെ ചോദിച്ചൊരു വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ നിങ്ങളെടുത്ത് അതർ ദാൻ സബ്ജക്റ്റ് വീഡിയോ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ അതർ ദാൻ സബ്ജക്ട്സ് വീഡിയോ, അതായത് സബ്ജക്റ്റുകളെ കുറിച്ചല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് വേണമെന്ന് നിങ്ങൾ ഒരുപാട് കുട്ടികളെടുത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേനും ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതായത് ഒരു 100 കുട്ടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 80 കുട്ടികളും പറഞ്ഞ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ചേച്ചി ഞങ്ങൾ പഠിച്ചത് മറന്നു പോന്നു. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ചാപ്റ്റർ പഠിച്ചു തീർത്ത് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വന്നിട്ട് തിരിച്ച് ആദ്യത്തെ ചാപ്റ്ററിലെ കാര്യങ്ങൾ ആദ്യക്കുമ്പോഴത്തേനും ഒന്നും ഓർമ്മയില്ല, ഒന്നും അറിയത്തില്ല. ആദ്യം തൊട്ട് വീണ്ടും പഠിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണ്? ഈ പഠിച്ച കാര്യങ്ങൾ മറക്കുന്നു. ഒരു സബ്ജക്റ്റ് എടുത്തില്ല, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ അല്ല, അതായത് ഒരു ചാപ്റ്റർ അത് തന്നെ ആയിരിക്കണം എന്നില്ല. ഒരു ചാപ്റ്റർ എടുക്കുമ്പോഴത്തേനും അതിൽ ഞാനിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, അടുത്ത ടോപ്പിക്ക് പഠിച്ചിട്ട് വീണ്ടും പഴയ ടോപ്പിക്കിലേക്ക് പോകുമ്പോഴത്തേനും ഒന്നും ഓർമ്മയില്ല, ആദ്യം തൊട്ട് പഠിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ പറഞ്ഞു. കാരണം ഈ ഒരു സംഭവം ഞാൻ ഇപ്പോൾ +1 പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കറക്റ്റ് ആവുന്നതേ ഉള്ളൂ. ഇത്രയും നാളായിട്ട് നമുക്ക് ഏകദേശം ഒരുപാട് ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ആസ് എ +1 സ്റ്റുഡൻറ്റ് എനിക്കിപ്പോഴും ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകാറുണ്ട്. ഇപ്പം ഞാൻ ബോട്ടണി പഠിക്കുകയാണ്. ബോട്ടണി പഠിച്ചിട്ട് ഫസ്റ്റത്തെ ഒരു ടോപ്പിക്ക് പഠിച്ചു. ഇപ്പോൾ എക്സാമ്പിൾ കിങ്ഡം മൊനീറ എടുത്തു. അതിൽ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അതിപ്പം നിങ്ങൾക്ക് മാത്രമല്ല, ഇതിപ്പോൾ കോമൺലി നമ്മൾ മനുഷ്യരാണ്, നമുക്ക് മെമ്മറി ലൂസ് കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി. അതിനിപ്പോൾ വലിയൊരു ഇഷ്യൂ ആയിട്ടൊന്നും ആരും കണക്കാക്കണ്ട. കാരണം എനിക്ക് പോലും ഇപ്പോഴും എനിക്ക് വരാറുണ്ട്. ഇപ്പം എനിക്കെന്ന് പറയുന്നതല്ല, ഒരുപാട് പിള്ളേർക്കും ഇപ്പോൾ MBBS പഠിക്കുന്ന എല്ലാവർക്കും ഇത് വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇത് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ തന്നെയാണ് ആ തെറ്റുകൾ ചെയ്യുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ആദ്യം തന്നെ പറയാനുള്ളത്, നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക. ചുമ്മാ കാണാപ്പാഠം പഠിക്കരുത്. എല്ലാ വീഡിയോസും എൻ്റെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നിങ്ങൾ മഗ്ഗിങ് അപ്പ് ചെയ്യരുത്, കാണാപ്പാഠം പഠിക്കരുത്, കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഒരു കാര്യം പഠിക്കുമ്പോൾ കാണാപ്പാഠം പഠിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് അത് നിൽക്കാത്തത്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി അത് അറിഞ്ഞ് നല്ല പ്രൂഫൊക്കെ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലത് നിൽക്കും. പക്ഷെ നമ്മൾ കാണാപ്പാഠം പഠിക്കും, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെ എന്തിനോ വേണ്ടി പഠിക്കുന്നു, അത് നമ്മുടെ മനസ്സിൽ ഒരിക്കലും നിൽക്കില്ല. അത് എപ്പോഴും നമ്മൾ മറന്നു പോകുന്നതിൻ്റെ ഫസ്റ്റ് കാരണം ഇത് തന്നെയാണ്. മനസ്സിലാക്കി നല്ല വൃത്തിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കുഴപ്പങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കെമിസ്ട്രി അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, അത് അറിഞ്ഞ് പഠിക്കുക, അറിഞ്ഞ് കോൺസെപ്റ്റുകളൊക്കെ കണക്ട് ചെയ്ത് അത് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരില്ല. നിങ്ങൾ ഈ മറവി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വരില്ല. മെയിനായിട്ട് നമ്മൾ ഈ ഒരു മറവി വരുന്നത് നമ്മൾ റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. എല്ലാ ടീച്ചേഴ്സ്, നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരുന്നാലും എൻ്റെ ടീച്ചേഴ്സ് ആയിരുന്നാലും, അതായത് ഞാൻ 10th പഠിക്കുമ്പോൾ, ഇപ്പോൾ +1 പഠിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് എല്ലാ ടീച്ചേഴ്സും പറയുന്ന കാര്യമാണ് റിവൈസ് ചെയ്യുക. ഈ ടോപ്പേഴ്സിന്റെ സീക്രട്ട് എന്താണെന്ന് അറിയാമോ? അവർ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യും. അതാണ് ഈ ടോപ്പേഴ്സിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. അല്ലാതെ അവർ വേറൊന്നും ചെയ്യുന്നില്ല. അവർ ഈ കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ മഗ്ഗിങ് അപ്പ് ചെയ്യാതെ മനസ്സിലാക്കി പഠിക്കുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുകയും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് റിവിഷൻ കൊടുക്കുകയും ചെയ്യുന്നു. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആവറേജ് സ്റ്റുഡൻസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആവറേജ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമ്മൾ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മളടുത്ത് തന്നെ ചോദിക്കുക, അതൊന്ന് റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു വിത്തിൻ ഒരു 24 hours നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് മറന്നു പോവുക, അല്ലെങ്കിൽ നമ്മൾ ഒന്നേന്ന് പഠിക്കേണ്ട കാര്യം ഒന്നും വരുന്നില്ല. അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. യൂസ് ആക്റ്റീവ് റെക്കോൾ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. റിവിഷനിൽ വരുന്ന ഒരു കാര്യമാണ് ആക്റ്റീവ് റെക്കോൾ ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ എല്ലാ സബ്ജക്ട്സും 10th ആക്റ്റീവ് റെക്കോൾ ചെയ്യായിരുന്നു. ഞാൻ 10th ലാസ്റ്റ് ആയ സമയത്ത് പ്രോപ്പർലി റിവിഷനും പ്രോപ്പർലി ആക്റ്റീവ് റെക്കോളും ചെയ്യായിരുന്നു. ബിക്കോസ് അത് വളരെ എഫക്റ്റീവ് ആണെന്ന് പേഴ്സണലി നമ്മളിത് ചെയ്തു തുടങ്ങും. നിങ്ങളിപ്പോൾ ഇന്ന് തൊട്ട് ഈ റിവിഷനും ആക്റ്റീവ് റെക്കോളും ചെയ്തു തുടങ്ങും. വിത്തിൻ
2 days നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ആക്റ്റീവ് റിക്കോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ എടുത്ത് പഠിച്ചു, ഒരു സബ്ജക്റ്റ് എടുത്ത് നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്, ഒരു സബ്ജക്റ്റ് എടുത്ത്, ഇപ്പോൾ കെമിസ്ട്രി എടുത്തു, അതിലൊരു ടോപ്പിക്, ഇപ്പോൾ എന്താണ് ഐസോമേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുക, അല്ലെങ്കിൽ മെറ്റാമറിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുക. ടോപ്പിക് എടുത്ത് നമ്മൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ്, ആ ഒരു ടോപ്പിക്ക് മാത്രം കംപ്ലീറ്റ്ലി പഠിച്ചതിന് ശേഷം ആ ടെക്സ്റ്റ് നിങ്ങൾ ക്ലോസ് ചെയ്ത് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. എന്താണ് ഇപ്പോൾ പഠിച്ചത് നിങ്ങളുടെ അടുത്ത് തന്നെ ഒന്ന് ചോദിക്കുക, ഞാനിപ്പോൾ എന്താണ് പഠിച്ചത്. ആ ബുക്ക് അടച്ചു വെച്ചിട്ട് നിങ്ങൾ ആക്കൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യു ഗൈസ് വോൺ. കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ടെൻസ്റ്റ് ആവേണ്ട, ഒന്നും കൂടെ വായിക്കുക. അതൊന്നും കൂടെ വായിച്ചിട്ട് വീണ്ടും ആക്റ്റീവ് റിക്കോൾ ചെയ്യുക. എല്ലാ കാര്യങ്ങളും, ഏതൊരു സബ്ജക്റ്റ് ആയിരുന്നാലും, ലാംഗ്വേജ് ആയിരുന്നാലും, ലാംഗ്വേജ് തൊട്ട് സയൻസ് വരെ, മാത്സ് വരെ, നിങ്ങൾ എല്ലാ സബ്ജക്ട്സും ആക്റ്റീവ് റിക്കോൾ ചെയ്യുക. ആക്റ്റീവ് റിക്കോൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നിങ്ങളൊരു കാര്യം പഠിച്ചതിന് ശേഷം ബുക്ക് അടച്ചു വെച്ചിട്ട് നിങ്ങളുടെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ എഴുതി നോക്കുക. ഇതിനെയാണ് ആക്റ്റീവ് റിക്കോൾ എന്ന് പറയുന്നത്. സോ എല്ലാ സബ്ജക്ട്സും നിങ്ങൾ ആക്റ്റീവ് റിക്കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. പ്രാക്ടീസ് റൈറ്റിംഗ്, എഴുതി പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു ഹൈസ്കൂളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എഴുതി പഠിക്കുന്ന സമയത്ത് ടൈം മാനേജ്മെൻറ്റും സ്പീഡും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മൾ മറന്നുപോയില്ല. ഇപ്പോൾ എഴുതി പഠിക്കുക, നമ്മളിപ്പം ചുമ്മാ വായിച്ച് പഠിക്കുന്നതിനെ കാട്ടി എഴുതി പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നന്നായിട്ട് പതിയും. നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നതിനെ കാട്ടി നമ്മൾ എഴുതി പഠിക്കുമ്പോൾ മനസ്സിലാക്കും, നമ്മുടെ മനസ്സിലേക്ക് അത് കയറും. മനസ്സിലാവും. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് അത് അണ്ടർസ്റ്റാൻഡ് ആകുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് എഴുതി പഠിക്കുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട് നമ്മൾ എന്താണ് എഴുതുന്നത്, നമ്മൾ എന്താണ് മനസ്സിലേക്ക് എന്താണ് പഠിച്ചത് എന്നൊരു ധാരണ നമുക്കുണ്ട്. അപ്പം എഴുതി പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം മാത്സ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾ എഴുതി പഠിക്കാനുള്ളത് ലാംഗ്വേജസും നിങ്ങൾ എഴുതി പഠിക്കണം. അതുപോലെ തന്നെ സയൻസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇത് ന്യൂമറിക്കൽ വരുന്നത് മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ഇതിലാണ് ന്യൂമറിക്സ് ചോദിക്കുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. അതുപോലെ തന്നെ ലാംഗ്വേജ് കാര്യങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. സ്റ്റഡി ഇൻ സ്മോൾ സെക്ഷൻ. ആക്ച്വലി നിങ്ങൾ ഒരുപാട് ടൈം എടുത്ത് പഠിക്കുമ്പോഴാണ് ഈ ഒരു മറവി ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. അതായത് ഞാൻ പല കുട്ടികളെ കേട്ടിട്ടുണ്ട്, ഈ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുക, ആ പരിപാടി നിർത്തുക. അതുപോലെ തന്നെ ഒരുപാട് ടൈം എടുത്ത് പഠിക്കും. ഒരു 3 മണിക്കൂർ ഞാൻ ഇരുന്ന് പഠിച്ചു. ഭയങ്കര പ്രൗഡായിട്ട് പറയാണ്, ചേച്ചി ഞാനൊരു 3 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചു, എന്നിട്ട് ഞാൻ പക്ഷെ മറന്നുപോയി. അങ്ങനെ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ 3 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് പഠിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരിക്കലും പഠിക്കരുത്. നിങ്ങൾ ഒരു 25 മിനിറ്റ്സ് പഠിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഫോൺ കളിക്കാനും TV കാണാനും അല്ലെങ്കിൽ നാട് മൊത്തം ചുറ്റിയിട്ട് വരാനും ഒന്നുമല്ല പറയുന്നത്. ഈ 5 to 10 മിനിറ്റ്സ് നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ ഈ 25 മിനിറ്റ്സ് നമ്മൾ പഠിച്ചില്ലേ, ഏതോ ഒരു സബ്ജക്റ്റ് എടുത്ത് അതിൽ ഏതോ ഒരു ചാപ്റ്റർ എടുത്ത് അതിൽ ഏതോ ഒരു ടോപ്പിക് എടുത്ത് നമ്മൾ പഠിച്ചല്ലോ. ആ കാര്യങ്ങൾ നമ്മളെടുത്ത് തന്നെ നമ്മളൊന്ന് ആലോചിക്കാം. ഞാൻ ഇന്ന് മാത്സ് പഠിച്ചു, മാത്സിൽ ഇന്ന ചാപ്റ്റർ ആയിരുന്നു, മാത്സിൽ ഇന്ന ടോപ്പിക് ആയിരുന്നു, പഠിച്ചപ്പോൾ ഇന്നതൊക്കെയാണ് ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ മനസ്സിൽ നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ ആലോചിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ബ്രേക്ക് എടുത്ത് വേണം പഠിക്കാൻ. സ്മോൾ സെഷൻസ് എടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ വലിയ ഒരു 1.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കരുത്. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോന്നും നിങ്ങളിങ്ങനെ മറന്നുകൊണ്ടിരിക്കും. അവിടെയാണ് തെറ്റ് വരുന്നത്. ഗെറ്റ് ഇനഫ് സ്ലീപ്പ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്, ചേച്ചി വെളുപ്പിന് ഒരു 2 മണി വരെയൊക്കെ നമുക്ക് ഉറക്കം വരാതിരുന്ന് എങ്ങനെ പഠിക്കാം, ടിപ്പ് പറഞ്ഞു തരൂ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നീ രാവിലെ വെളുപ്പിനെ ഒന്ന് ഇരുന്ന് ഉറക്കം നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നിങ്ങളിപ്പോൾ ടീനേജേഴ്സ് ആണ്. ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് സ്ലീപ്പ്. ഉറക്കമില്ലെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മുടെ ജീവിത താളം തന്നെ തെറ്റും. നമ്മുടെ ലൈഫ്, നമ്മുടെ ഒരു ഡേ തന്നെ അവിടെ തെറ്റും. നമുക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഉറക്കം കളഞ്ഞിട്ടിരുന്ന എത്രയൊക്കെ നാളെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നാളെ SSLC ബോർഡ് എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾ ഉറക്കം കളഞ്ഞിട്ട് നിങ്ങൾ ഒരു പരിപാടിയും ചെയ്യരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ വരുമ്പോഴത്തേനും നമ്മുടെ ഒരു മനുഷ്യനെന്ന രീതിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കം, ഫുഡ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബ്രെയിനിനെ തന്നെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഉറക്കം കളയാം. നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണം. നമ്മുടെ ഫോൺ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടിടും. നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ചാർജിങ് ആണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. കറക്റ്റ് ഈ പ്രായത്തിൽ ഒരു 8 to 9 hours ഓഫ് പ്രോപ്പർ സ്ലീപ്പ് വേണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മറവി സംഭവിക്കുന്നത് ഉറക്കമില്ലായ്മ ഒക്കെ ഉള്ളത് കൊണ്ടാണ്. മാക്സിമം നിങ്ങളൊരു 10 മണി വരെയൊക്കെ പോവുക. ഈ 11 മണി 12 മണിക്ക് കിടന്നുറങ്ങുന്നത് അത്ര നല്ലതല്ല. എത്രയൊക്കെ പഠിക്കുന്നത് പെൻഡിങ് ആണെങ്കിൽ പോലും
ഉറക്കം കളഞ്ഞിട്ടുള്ള ഒരു പഠിത്തവും നമുക്ക് വേണ്ട. നമ്മൾ കറക്റ്റായിട്ടിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിൻ നല്ല പീക്ക് ലെവലിലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ഇരുന്ന് പഠിക്കുന്നത് നല്ലതാണ്. അല്ലാതെ ഉറക്കം കളഞ്ഞിട്ടുള്ള പഠിത്തമാണെന്നുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റിനാണ് നിങ്ങൾ പഠിക്കുന്നത്. കാരണം ഈ പഠിക്കുന്ന കാര്യം അതുപോലെ നിങ്ങൾ മറന്നുകൊണ്ടിരിക്കും. നിങ്ങൾ റെഗുലർലി റിവൈസ് ചെയ്യുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലർലി ആഴ്ചയിൽ നിങ്ങൾ എല്ലാ സബ്ജക്ട്സും ആഴ്ചയിൽ, ഇപ്പോൾ ഒരു സൺഡേ സാറ്റർഡേ ഉണ്ടെങ്കിൽ ഒരു സാറ്റർഡേ ഒരു ഡേ ഫുള്ളെടുത്ത് എല്ലാം നിങ്ങൾ ഈ ഒരു ആഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. റിവൈസ് റെഗുലർലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലർലി നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ആദ്യം റെഡ്യൂസ് ചെയ്ത് പഠിക്കുക, പിന്നീട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താണ്? ഫോണാണ് നമ്മുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ. പഠിക്കുന്ന ഏരിയകളിലൊന്നും നമ്മൾ ഫോൺ കൊണ്ട് വെക്കരുത്. എക്സാം ടൈംസിലും ഫോൺ യൂസേജ് കുറയ്ക്കുക. കാരണം നമ്മൾ ഈ ഇത്രയും നിങ്ങൾ അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു റിവൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫോൺ ആ ഒരു ഇടയ്ക്ക് ഫോണൊന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്. നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആ ഒരു ഫോൺ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പഠിച്ചതിന് ശേഷം ഫോൺ ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിച്ചത് കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യം അതുപോലെ അങ്ങ് ഡ്രെയിൻ ആയി പോകും. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിച്ച കാര്യം കംപ്ലീറ്റ്ലി നിങ്ങൾ മറന്നു പോകും. സോ മാക്സിമം ആദ്യം ഡിസ്ട്രാക്ഷൻസ് റെഡ്യൂസ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്ന ഏരിയകളിലും അല്ലെങ്കിൽ പഠിക്കുന്ന ആ ഒരു ടൈമുകളിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഫുൾ സ്റ്റഡി സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എടുക്കുക. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല 25 മിനിറ്റ്സ് പഠിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുമല്ലോ. ഈ 5 മിനിറ്റ് 10 മിനിറ്റ് ബ്രേക്കിലൊന്നും ഫോണേ ഉപയോഗിക്കാൻ പാടില്ല. ഇതിനൊക്കെ ശേഷം പിന്നീട് നിങ്ങൾ പഠിത്തമെല്ലാം ബുക്കെല്ലാം അടച്ചു വെച്ചതിന് ശേഷം ഒരു 15 ഓർ ഒരു ഹാഫ് ആൻ അവർ നിങ്ങളിരുന്ന് ഫോൺ ആ ഒരു ടൈമിലൊക്കെ കാണുക. അല്ലാതെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഫോൺ നിങ്ങൾ യൂസ് ചെയ്യരുത്. മറവി എല്ലാവർക്കും വരും, സ്വാഭാവികമാണ്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷോർട്ട് നോട്ട്സും മൈൻഡ് മാപ്സും ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരീക്ഷയ്ക്കൊക്കെ കയറുന്നതിന് മുന്നേ നമുക്ക് കംപ്ലീറ്റ് ടെക്സ്റ്റ് എടുത്ത് വായിക്കാൻ പറ്റില്ല. ഒരുപാട് മറവികൾ വരും. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മറന്നു പോകും. ചില വേർഡ്സും സെൻറ്റൻസസും കാര്യങ്ങളും ടോപ്പിക്സും എല്ലാം നമ്മൾ മറന്നു പോകും. അപ്പോൾ ആ ഒരു ടൈമിൽ ഷോർട്ട് നോട്ട്സും മൈൻഡ് മാപ്സും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇപ്പോൾ TP നടക്കുകയാണ് അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ +1 അല്ല, അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് നോട്ട്സ് ഇന്നിപ്പം ഞാൻ സ്കൂളിൽ വിട്ടു, 4:30 സ്കൂളിൽ വിട്ടിട്ട് വീട്ടിൽ വന്നിരുന്ന് ഫസ്റ്റ് ചെയ്യുന്നത് ഹോംവർക്ക് ചെയ്യും. അതിനുശേഷം ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ ബുക്ക് വെച്ചിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്കൂളിൽ ചെന്നിരുന്നിട്ട് ഈ ഷോർട്ട് നോട്ട്സ് ആണ് വായിക്കുന്നത്. അപ്പം ഞാൻ ടീച്ചർ രാവിലെ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അതിൽ ഒരു ടെൻഷൻ, എനിക്ക് ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സിമ്പിളായിട്ട് ഈ ഷോർട്ട് മാപ്സും ഷോർട്ട് നോട്ട്സും മൈൻഡ് മാപ്സും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ മറവിയും കാര്യങ്ങളും ഒന്നും വരാതെ നന്നായിട്ട് പഠിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ മറന്നു പോവുകയില്ല. നിങ്ങൾക്ക് പരീക്ഷയും നന്നായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇനഫ് സ്ലീപ്പും പിന്നെ റിവൈസ് റെഗുലർലി ആണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് മക്കളെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നത്. നിങ്ങളെ മറവിയെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ്. സോ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മറന്നു പോകും. പിന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുക. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക, അവർ കൂടെ പഠിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. സോ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.